ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസത്തിന് ശേഷം എടുക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഫോണ് ഡിസ്പ്ലേ അടിച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ കാരണം സംഭവിച്ചതാണ്. അപ്പം നമ്മളവിടെ ഐ-കെയറിൽ കാണിച്ചു, ഡയഗ്നോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ മൊത്തം പോവും. അപ്പം ഡാറ്റ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നന്നാക്കിയില്ല. നാട്ടിൽ വന്നിട്ട് നന്നാക്കാമെന്ന് കരുതി. അപ്പോൾ അതുവരെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല, എനിക്ക് അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പ്രതിഷ്ഠയുണ്ട്. 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ പ്രതിഷ്ഠയുണ്ട്, പിന്നെ കല്യാണമുണ്ട്. അപ്പോൾ കുറേ ദിവസത്തെ ഒരു ലീവിന് വേണ്ടി നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ രാവിലെയും രാത്രിയാണ് പ്രതിഷ്ഠയുടെ പൂജകൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു സമയം ഞാൻ ഇവിടെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് വന്നതാട്ടോ. ഇവിടെ ഇവർ കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു വീടെടുത്തതാണ്. അവർ വീട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളിവിടുന്ന് ചക്ക കിട്ടി. ഞങ്ങൾക്ക് ചക്കയുടെ തോരൻ വെച്ചു. നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ ഉണ്ടാവും കേട്ടോ. എന്നാലും ചക്ക നാട്ടിൽ വന്നിട്ട് നമ്മൾ ചക്ക കഴിച്ചില്ലേ, മോശമല്ലേ? അപ്പോൾ ചക്ക കിട്ടി, ചക്കയോട് തോരൻ വെച്ചു, കുറച്ച് ചോറ് അങ്ങനെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഒരുറക്കമൊക്കെ ഉറങ്ങി താത്തേൻ്റെ വീട്ടിൽ പോവാണ്. താത്തേൻ്റെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടുന്ന് നമുക്ക് വലിയ വിലയൊന്നുമില്ല, ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇതിലെ പോവുകയാണ്. ഒരു കാട്ടിലൂടെ ഉള്ളൊരു യാത്രയാണ്. കാടൊന്നും അല്ല കേട്ടോ, വീടുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഒരുപാട് കൃഷികളുണ്ട്. കൊക്കോ, റബ്ബർ, തെങ്ങ്, വാഴ, കവുങ്ങ്, പ്ലാവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ കാട് പോലെ തോന്നുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പൂവ് കണ്ടു. ഞാൻ കരുതിയത് മുല്ലപ്പൂവാണെന്ന്. പക്ഷെ അത് മുല്ലപ്പൂവിൻ്റെ സ്മെല്ലില്ല. എന്ത് പൂവാന്ന് എനിക്ക് മനസ്സിലായില്ല. പച്ച കൊക്കോ, പച്ചയാട്ടോ. പിന്നെ ഞങ്ങൾക്ക് ചാമ്പൊക്കെ കിട്ടി, നല്ല റെഡ് കളറുള്ള ചാമ്പൊക്കെ കിട്ടി. പിന്നെ ഇരുമ്പിപ്പുളി കിട്ടി. അപ്പോൾ ഇതൊക്കെ കഴിച്ചും അതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്നു പോവാണ്. മോക്കിതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ്. കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകുമ്പോൾ ഒരു രസമല്ലേ, കഥയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ ഒരുപാട് ചക്ക അങ്ങനെ താഴെ കിടക്കുന്നു. അവർ എന്തോ ആരും കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ. പിന്നെ ഞങ്ങളൊരു പഴുത്ത കൊക്കോ കണ്ടു. ഏട്ടൻ്റെ മോനാണ് കേട്ടോ ഇത്. അവൻ പോയി പറിക്കുകയാണ്. അവൾക്ക് മോക്ക് കൊടുത്തില്ല, അതിൻ്റെ ഉള്ളിൽ കുരുവല്ലേ, അവൾക്ക് ശരിക്കും കഴിക്കാൻ അറിയില്ലല്ലോ. അതിങ്ങനെ വായിലിട്ട് അതിൻ്റെ പുറമെയുള്ള തോലല്ല കഴിക്കുക. അപ്പോൾ അവൾക്ക് കൊടുത്തില്ലേ, ഞങ്ങളത് കഴിച്ചു. ചോണം പൊടിഞ്ഞു. എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ കൊക്കോയും അതുപോലെ ജാതിക്കയാണ് കൂടുതലുള്ളത്. ജാതിക്ക ഒരുപാടുണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന വല്ല ആപ്പിളോ ഓറഞ്ചോ ഒക്കെ ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു പറിക്കാൻ. അത്രയും ഉണ്ടായിട്ടുണ്ട്. ഒരു വൈകുന്നേരം ഇങ്ങനെ ഇതുപോലെ എല്ലാവരും കൂടെ നടന്നു പോകാൻ, വർത്താനൊക്കെ പറഞ്ഞ് നടന്നു പോകാനൊരു രസമല്ലേ. അപ്പോഴാണ് ഈ ചേച്ചി തലയിൽ ഇത്രയും വലിയൊരു ഇറക്കാണ്, പിടിക്കാതെ അതിങ്ങനെ ബാലൻസ് ചെയ്ത് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ വീഡിയോയിൽ എടുത്തതാണ്. ഇതാണ് താത്തേൻ്റെ വീട് കേട്ടോ. താത്തേൻ്റെ വീടാണ്, ഫ്രണ്ടാണ്, ബാക്ക് സൈഡിലാണ് ഇങ്ങനൊരു ഷീറ്റൊക്കെ ഇട്ട് ഇവിടെ കേട്ടോ. ഇവിടെയൊക്കെ ഇനിയും കുറേ സാധനങ്ങളുണ്ടായിരുന്നു, മേശയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അവർ ക്ലീൻ ചെയ്താണെന്ന് തോന്നുന്നു. അവർ കുറേ മാറ്റി വെച്ചതാണ്. ഇവിടെ ചെരുപ്പുകളുണ്ട്, കണ്ടില്ലേ, ചെരുപ്പുകളുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ പോകുന്ന സമയത്ത് ഇവിടുന്ന് കുറേ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്നാണ് കുറേ പാത്രങ്ങൾ വാങ്ങിയതൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് നൈറ്റി എടുക്കാനുണ്ട്, അപ്പോൾ അതിന് വന്നതാണ്. അപ്പോൾ സാധനമൊക്കെ വാങ്ങിച്ച് ചേച്ചിയുടെ മോള് അവൾ പഠിക്കുകയാണ്, ഡയാലിസിന് പഠിക്കുക. അപ്പം അവൾ ക്ലാസ്സും കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങൾ നടന്നു പോകുമ്പം ഈ ഒരു പൂവിൻ്റെ സ്മെല്ല് അവിടേക്ക് ഇങ്ങനെ വന്നു കേട്ടോ.
ഇത് ഞാൻ ചെറുപ്പത്തിലൊക്കെ കളിക്കാൻ വേണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ ഇതുപോലെ വലിയൊരു മരം ഉണ്ടായിരുന്നു. നമ്മൾ കളിക്കാനൊക്കെ ഈ പൂവ് പറിച്ചിട്ടുണ്ട്, കല്യാണ സൗഗന്ധികം. അപ്പോൾ കണ്ടപ്പം കുറേ ഇപ്പോൾ കാണാറൊന്നുമില്ല ഈ പൂവൊന്നും, എവിടെയൊന്നും ഇല്ല. അപ്പം കണ്ടപ്പോൾ ഒരു കൊതി, അങ്ങനെ കണ്ടൊരു പൂ പറിച്ചതാണ്. വീട്ടിലെത്തി ഒരു കട്ടനും പിന്നെന്താ കുറച്ച് പലഹാരമൊക്കെ കൂട്ടി ചായ കുടിച്ചു. ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് പോവാം. അവിടെ വൈകുന്നേരം പ്രതിഷ്ഠ തുടങ്ങും. പ്രതിഷ്ഠയുടെ പൂജ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.